ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു കൂന്തൽ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. സീ ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് ആയിട്ടായിരിക്കും കൂന്തൽ അല്ലെങ്കിൽ കണവ. അപ്പോൾ ഇന്ന് നമ്മളുടെ റെസിപ്പി കൂന്തൽ റോസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാ എൻ്റെ കയ്യിലൊരു 500 ഗ്രാം കൂന്തലുണ്ട്. അത്യാവശ്യം വലിയ കൂന്തൽ തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് അതിലത്തെ മഷിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ട് റിംഗ് ഷേപ്പിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ചെറുതാക്കി കട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വീതിയിലൊക്കെ കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല റിംഗ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ മസാലയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്തത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി കൂന്തൽ റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. 3 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 1 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ച കൂന്തളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ചീൻചട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി, കൂടുതൽ ഒഴിക്കേണ്ട. കൂന്തളിന് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, അപ്പം പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്കിത് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. നമുക്കിതൊന്ന് അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് പാത്രത്തിലേക്ക് എടുക്കാം. കൂന്തൾ പൊതുവേ ഓവർ കുക്കായാൽ റബ്ബർ പോലെയാവും. പക്ഷേ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുകയാണെങ്കിലും ആ സോഫ്റ്റ്നെസ് ഉണ്ടാവും, അങ്ങനെ ടെമ്പർ കൂടുന്നില്ല. അങ്ങനെ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇതിലേക്ക്. ഞാൻ കുറഞ്ഞ ഓയിലാണ് ഉണ്ടാക്കിയത്, അപ്പം ബാലൻസ് ഉണ്ടായില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി,
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ കൂന്തൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടുതൽ കറിവേപ്പില ചേർക്കുന്നത് നല്ലതാണ്. നല്ല ഫ്ലേവറിന് കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ മേലെയായി. ഇനി നമുക്ക് തുറന്നു നോക്കാം. തക്കാളിയും ഉള്ളിയും നന്നായിട്ട് വെന്ത് ഗ്രേവിയായി തുടങ്ങിയിട്ടുണ്ട്. എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഈ ഒരു എരിവ് പാകത്തിന് മതി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ചേർക്കുന്നില്ല. നിങ്ങൾ വേണ്ടവർ ചേർക്കുക. നമ്മളെ കൂന്തൽ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കൂന്തൽ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, ഒരു ടെമ്പറും ഇല്ല. പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്തപ്പോൾ സോഫ്റ്റ്നെസ് കൂടുകയാണ് ചെയ്തത്, ടെമ്പറൊന്നുമില്ല. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ മാക്സിമം കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവറാണ്. അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ഗ്രേവി നല്ല റെഡിഷ് ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.